എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞോരാ ഞാൻ ചീത്ത പറയില്ല ഞാൻ പറയുന്നില്ല. ഞാൻ ഇഷ്ടം പോലെ ഞാൻ ചീത്ത വിളിക്കും. അവിടെ കിടന്ന് മഴയത്തും മഞ്ഞത്തും കിടന്ന് നിലവിളിച്ച് പഞ്ചായത്തിലുള്ളവർ അത്രയും ചീത്ത വിളിച്ചാണ് എനിക്ക് ഈ 4 സെന്റ് സ്ഥലം എനിക്ക് ഇവിടെ കിട്ടിയത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഈയക്കുഴി കോളനിയിലെ മറ്റൊരു വീട്ടിലാണ് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കും ഇതിന് വീടെന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറേ അധികം കട്ടകൾ വെച്ച് പണിതെന്ന് പോലും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. പൂശിയിട്ട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നമ്പർ പോലും ഇട്ട് തരുന്നില്ല. ആ പടികെട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത അത്രയും എൻ്റെ സ്ഥലമാണ് കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ. എന്നുവെച്ചാൽ താഴെ 2 വീട്, ഇവിടെ എൻ്റെ വീട് മേളിലോട്ട്, പിന്നെ ഞങ്ങളെ സ്ഥലമാണ് ഈ റോഡിന് കൊടുത്തത്. അപ്പോൾ അവരിപ്പോൾ പറയണത് എൻ്റെ വീട് റോഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്പർ ഇടൂലാന്ന്. നമ്മൾ പ്ലാൻ വരച്ച് കൊടുത്തപ്പോൾ അത് അവർ സ്വീകരിക്കണില്ല. അവർ പറയാണ് അത് നിങ്ങളെ വീട് റോഡിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ തരും എന്നാണ് അവരെ ചോദ്യം. അപ്പം അതിന് എൻ്റെ വായിൽ പറഞ്ഞൊക്കെ ഞാൻ വിളിച്ചങ്ങ് പറയും, ഇലക്ഷനോ അതൊന്നും എനിക്ക് പ്രശ്നവുമല്ല. തലപയ്യ മൂലം ചോറിയുന്നുണ്ട് എന്നുള്ളവളാണ് ഞാൻ. എന്നുവെച്ചാൽ എൻ്റെ പിള്ളേർ മാറിപ്പോയി. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് ഈ വീട്ടിനകത്ത് താമസിക്കുന്നത്. ചത്താൽ ഞാനല്ലേ ചാവുള്ളൂ, എൻ്റെ പിള്ളേർ ചാവൂലല്ലോ. എന്നാൽ അവർ കലം വഴിക്കാണ് വാടക കൊടുത്ത് കിടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞോരാ ഞാൻ ചീത്ത പറയില്ല ഞാൻ പറയുന്നില്ല. ഞാൻ ഇഷ്ടം പോലെ ഞാൻ ചീത്ത വിളിക്കും. ഇന്നതാ കമ്മിറ്റി രാവിലെ ഒരുത്തം കൊണ്ട് ഒരു പേപ്പർ തന്നിട്ട് 5 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കില്ല. പോയാലും അവിടെയും ചെന്ന് നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. വോട്ട് ചോദിച്ചൊക്കെ വന്നിട്ട് വോട്ട് ചോദിച്ചു വന്ന പ്രിൻസ് വന്നുള്ളൂ. അവര് ആ മുകളിലത്തെ ജഗദേരവിൻ്റെ അടുത്തിരിങ്ങനെ വീട്ടില്ല, ആ പട്ടികളുടെ വീട്ടില്ല. ഇവിടെ ഞങ്ങൾ വന്നിട്ട് 46 വർഷമായി ഇത് കിട്ടിയിട്ട്. അന്ന് മുതൽ ഇവിടെ ലൈറ്റില്ല. ഇപ്പം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തതിൻ്റെ ബദലിൽ ഇവർ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഇവിടെ 4 പോസ്റ്റിൽ ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് അപ്പം മെനിഞ്ഞാന്ന് ഞാൻ ഇവിടെ നടയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വന്നിടന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അത് ചേച്ചി വോട്ടിൻ്റെ ഇതിനാണ് ഞാൻ വന്നത്. ഞാൻ അവിടെ തന്നെ കിടന്ന് എഴുത്തൊന്നുമില്ല, അവിടെ വച്ചിട്ട് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെടുത്ത് ഉരുട്ടി കൂട്ടിയെടുത്ത് അങ്ങ് കളഞ്ഞു. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് പിന്നെ താമരയ്ക്ക് പോകാനും പറ്റൂല, BJP കയറാനും പറ്റൂല. അവരെ BJP വേണ്ട, അവരെ താമരയും വേണ്ട. എനിക്കൊരു പാർട്ടി, എനിക്കൊരു വിശ്വാസമുണ്ട്. അത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. അതാണ് എൻ്റെ നിഷ്ഠ. എന്തിനു പോണത്? പോയിട്ട് ഒരു കാര്യവുമില്ല. കിടപ്പാടം ഇത് കണ്ട ഗവൺമെൻറ് തന്ന മണ്ണാണ്, 4 സെന്റ് മണ്ണ്. ഞാൻ 2 പട്ടിക്കുട്ടികളായിട്ട് വളർത്തും പോലെ ഞാൻ തന്തയില്ല 2 പട്ടിക്കുട്ടികളെ വളർത്തിയാണ് അവിടെ കിടന്ന് മഴയത്തും മഞ്ഞത്തും കിടന്ന് നിലവിളിച്ച് പഞ്ചായത്തിലുള്ളവർ അത്രയും ചീത്ത വിളിച്ചാണ് എനിക്ക് ഈ 4 സെന്റ് സ്ഥലം എനിക്ക് ഇവിടെ കിട്ടിയത്.